പരസ്യം ചെയ്യാനായി സ്വന്തം തല വാടകയ്ക്ക് നൽകിയ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരാളുണ്ട് ആലപ്പുഴയിൽ. കഷണ്ടിത്തല ഒരു വരുമാന മാർഗമായി മാറ്റിയിരിക്കുകയാണ് അമ്പലപ്പുഴ സ്വദേശി ഷഫീഖ്. തലവര മാറ്റാനുള്ള തന്ത്രപ്പാടിലാണ് പലരും. സ്വന്തം തല കൊണ്ട് തലവര മാറ്റിയ ഒരാളുണ്ട് ആലപ്പുഴയിൽ. അമ്പലപ്പുഴ സ്വദേശി ഷഫീഖ്. കഷണ്ടി വറയ്ക്കാൻ പലരും പണം മുടക്കുമ്പോൾ കഷണ്ടിയെ ഒരു വരുമാന മാർഗമായി മാറ്റിയിരിക്കുകയാണ് ഷഫീഖ്. ഇതാണ് കക്ഷി. നമസ്കാരം ഷഫീഖ്. നമസ്കാരം. തലവര മാറ്റാറുണ്ട് പലരും, പക്ഷേ തലയിൽ പരസ്യം നൽകി ആ രീതിയിലൊരു ചിന്ത എങ്ങനെയാണ് വരുന്നത്? എന്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും ചോദിക്കുമായിരുന്നു തരിശുഭൂമി കൃഷിക്ക് കൊടുക്കുന്നോന്ന്. അപ്പോ ഈ കഷണ്ടി തല എങ്ങനെ പ്രയോജനപ്പെടുത്താം? അപ്പൊ ഞാനിങ്ങനെ ഒന്ന് റിസർച്ച് ചെയ്തു, ഇന്ത്യയിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇന്ത്യയിൽ ആരും ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ കഷണ്ടിയിൽ പരസ്യം ചെയ്യാൻ ബ്രാൻഡുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. അത് ഭയങ്കര വൈറലായി. അത് ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള നാഷണൽ ലെവൽ മീഡിയാസ് നാഷണൽ ലെവലിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് കൊച്ചിയിൽ നിന്നൊരു ബ്രാൻഡ് അവരാണ് എനിക്ക് ഫസ്റ്റ് ഒരു ഓഫർ, അത്യാവശ്യം നല്ലൊരു തുകയ്ക്ക്, ഞാൻ പ്രതീക്ഷിക്കാത്ത നല്ലൊരു തുകയ്ക്ക് അവരെനിക്ക് ഓഫർ തന്നു. തലയിലൊരു പരസ്യം എന്നുള്ളത് അതെങ്ങനെയാണ്? അതിന്റെ ഒരു തോട്ട് എങ്ങനെയാണ്? ഞാൻ ഈ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ബ്രാൻഡുകൾ എപ്പോഴും പുതിയ രീതിയിൽ എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് ചെയ്യുക എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ്, എല്ലാവരും കാണുന്നൊരു ഭാഗമാണ്. അവിടെ പരസ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പൊതുനിരത്തിലൊക്കെ ഇങ്ങനെ പരസ്യമായി നടക്കുമ്പോൾ ആളുകളൊക്കെ എന്താ പറയാറ്? ഇത് ഒരു വ്യത്യസ്തമായ ഒരു വട്ടൻ ചിന്തയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അല്ലാതെ ഫ്രണ്ട് സ്പേസ് മാത്രമാണ് കൊടുക്കുന്നത്, മൊത്തം പരസ്യത്തിന് വിട്ടു? അത് ബ്രാൻഡ് എങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നോ അതുപോലെ ചെയ്യാം, എനിക്ക് പ്രശ്നമില്ല. സോ എന്റെ തലയിലേക്ക് നോക്കി ഇതൊരു സാധ്യതയാണെന്ന് തോന്നുന്ന ആൾക്ക് അങ്ങനെ നിൽക്കാം. എന്റെ തലയിലേക്ക് നോക്കി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് തോന്നിയാൽ അതും ആവാം. ഓരോരുത്തരുടെ ചോയ്സ് ആണ്. വൈഫുണ്ട്, ഒരു കുട്ടിയുണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ്. അപ്പൊ ആദ്യം എന്റെ ഉമ്മയൊക്കെ പറഞ്ഞ് ഇവനെന്തോ കാട്ടിക്കൂട്ടാൻ പോവാന്നുള്ളത്. അപ്പം ഷഫീഖ് പറഞ്ഞതുപോലെ ഒന്നും ഒരു കുറവല്ല, എല്ലാം ഒരു സാധ്യതയാണ്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും കഴിവ്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് പ്രസാദ്, ആലപ്പുഴ.